ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു നല്ല മാറ്റത്തിനുള്ള സമയമായോ അല്ലെങ്കിൽ സമയമാണോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ പതിവ് പോലെ റീഡിങ്ങിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു നല്ല മാറ്റത്തിനുള്ള സമയമായോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ വിജയങ്ങളും അതുപോലെ അവസരങ്ങളും എല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ നല്ല തീക്ഷ്ണതയും എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരവസരം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളിതെല്ലാം പ്രയോഗിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു അവസരമില്ലാത്തതാണ് പ്രശ്നം. ഒരവസരം കിട്ടിയാൽ നിങ്ങളിതെല്ലാം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മളുടെ അടുത്ത കാർഡ് ദ ഹെർമിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത്, അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുക. അതായത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതറിയുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾക്കറിയാൻ പറ്റുക. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയണേ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എലോൺ ആണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഫീൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യവും, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? തോൽവിയാണ്. ജോലിയിൽ നിങ്ങളെ കൂടുതൽ, അതായത് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ നിങ്ങളെ കൂടുതൽ പുഷ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം മടിയാണ്. നിങ്ങൾക്കതിലൊരു പരിധി കഴിഞ്ഞിട്ട് നിങ്ങളതിലേക്ക് പുഷ് ചെയ്യത്തില്ല, നിങ്ങളെ സ്വയം പുഷ് ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് ഭയങ്കരമായ പേടിയാണ്. മടി, പേടിയല്ല കേട്ടോ, മടി. നിങ്ങൾക്കതിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മടിയാണ്. അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് മനസ്സ് തുറക്കാനും നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ. കാരണം അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്താലോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളുടെ പേടി എന്താണെന്നുള്ളത്? അപ്പോൾ തോറ്റു പോവുമോ എന്നുള്ളതാണ് നിങ്ങളുടെ പേടി. അതുപോലെ മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളതും നിങ്ങളുടെ ഒരു പേടിയാണ്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സൂപ്പർ പവർ. നിങ്ങളുടെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുകയും അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കും, മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനെന്ന്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കുന്ന ടൈമിലിപ്പോൾ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ അവർ ശ്രദ്ധിച്ചിട്ട് അവരതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കും എന്താണെന്നറിയോ, ഇതുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ വേറെ ഇല്ല, ഞാനാണ് അതിന് പറ്റിയ എക്സാമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് എന്തൊക്കെ കഴിയുമെന്നുള്ളതും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും പ്രണയത്തിലും ഒക്കെ ഒരു മികച്ച തുടക്കത്തിന്
വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് ഒരു അവസാനം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് പേടിക്കരുത്. കാരണം നിങ്ങളുടെ റിലേഷനിലും കരിയറിലും എല്ലാം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അവിടെ എൻഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു സെലിബ്രേഷനോ ഒരു ഒത്തുചേരലോ ഒക്കെ ഉടൻ നടക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ ലവ് സിറ്റുവേഷൻ നല്ല രീതിയിലേക്ക് മാറും. അതിന് വേണ്ടിയിട്ടുള്ള ഭാഗ്യം, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് നല്ല കാലം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും അത് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് വിചാരിക്കരുത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക.